ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ഞങ്ങൾക്കായി കാവൽ നിൽക്കുകയും ചെയ്യുന്ന ഈശോയെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും അങ്ങയെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഈ വചനധ്യാനത്തിലൂടെ അങ്ങയുടെ കാവൽ വഴികൾ ധ്യാനിക്കാനും ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് കാവലായി തീരുവാനും അവിടെ ഇടവരുത്തുമാറാകട്ടെ. പരിശുദ്ധ മറിയമേ, എലിസബത്തിനെ സന്ദർശിച്ചവൾക്ക് കാവൽ നിന്നതുപോലെ, മകൻ്റെ വേദനയിൽ അവന് കാവലായി നിന്നതുപോലെ അമ്മ ഞങ്ങളോടും കൂടെ നിൽക്കുകയും ഞങ്ങൾക്കിപ്പോഴും സംരക്ഷണമായി അമ്മയുടെ നീല മേലങ്കിക്കുള്ളിൽ ഞങ്ങളെ ചേർത്ത് നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സുവിശേഷം 10-ാം അധ്യായം 2 മുതലുള്ള തിരുവചനങ്ങൾ. എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു. അവൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. തനിക്കുള്ളതിനെയെല്ലാം പുറത്തേക്ക് വിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു. അവൻ്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുകയും ചെയ്യുന്നു. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വളരെ വ്യത്യസ്തമായ ഒരു ജീവിത സാഹചര്യത്തിലൂടെ വിശുദ്ധിയുടെ പദവിയിലേക്ക് കയറിയ ഒരു വിശുദ്ധനാണ് 6-ാം നൂറ്റാണ്ടിൽ അയർലൻഡിൽ ജീവിച്ചിരുന്ന കിയരാൻ എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ. ഒരുപക്ഷെ അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു വിശുദ്ധനായിരിക്കില്ല കിയരാൻ. പക്ഷെ എങ്ങനെയാണ് ഇദ്ദേഹം വിശുദ്ധനായത് എന്ന് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, ഇദ്ദേഹത്തിന് എങ്ങനെ വിശുദ്ധി സ്വന്തമായി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തനയനായിട്ട് ഈ അയർലൻഡുകാരൻ മാറി എന്ന് ചോദിക്കുമ്പോൾ അതിന് ഏറ്റവും നല്ല കാര്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ളവർക്കും സമൂഹത്തിനും വേണ്ടി തൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടുത്തി കാവൽ നിൽക്കാനുള്ള ഒരു മനസ്സിന് ഉടമയായിരുന്നു കിയരാൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു നല്ല മനസ്സിനെയാണ് കർത്താവ് ഏറ്റെടുത്ത് വിശുദ്ധിയുടെ മേലങ്കി കൊണ്ട് അവനെ അലങ്കരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോഴോ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ വിശുദ്ധരാവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. പൗലോസ് അപ്പോസ്തലനൊക്കെ പറയുന്നുണ്ട്, വിശുദ്ധ ജനമേന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. പൗലോസ് ആഗ്രഹിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ശ്രോതാക്കളും അദ്ദേഹത്തിൻ്റെ വചനം വായിക്കുന്നവരും അല്ലെങ്കിൽ ലേഖനങ്ങളിലൂടെ കടന്നു പോകുന്നവരൊക്കെ വിശുദ്ധരാവണമെന്ന് ആഗ്രഹിക്കുക. അപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അല്പം സ്നേഹമുള്ളവരൊക്കെ ആഗ്രഹിക്കുന്ന കാര്യം ഇങ്ങനെ ഈശോയുടെ ഒരു വിശുദ്ധനും വിശുദ്ധയുമായിട്ട് തീരാനായിട്ട് കൊതിക്കുന്നവരാണ് നമ്മൾ. അതല്ലെങ്കിൽ ഇത്രയും ചാനലുകളും ഇത്രയും മാസ്മരികതയൊക്കെയുള്ള സമയത്ത് ഈ ഒരു സാധാരണ ശാലോമിൻ്റെ മുൻപിൽ നമ്മൾ ആരും അടയിരിക്കില്ല. എന്തുകൊണ്ടാണ് ശാലോം ടി വിയുടെ മുന്നിൽ ഇരിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധിയുടെ ഏതെങ്കിലും ഒരു ബഹിസ്ഫുരണം ഇതിലൂടെ ലഭിക്കും എന്നൊരു വിശ്വാസം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. പിന്നെ ഈ ശാലോമിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് കർത്താവ് വെളിപ്പെടുത്തി തരുന്ന കാര്യം, നിനക്ക് വിശുദ്ധിയുടെ വസ്ത്രം വേണോ? നീ ചെയ്യേണ്ട ഒരു കാര്യം എങ്ങനെയാണ്? നീ മറ്റുള്ളവർക്ക് ഒരു കാവലായിട്ട് തീരണം എന്നുള്ളതാണ്. നമുക്കിങ്ങനെ നമ്മളോട് ചോദിക്കേണ്ട കാര്യം എങ്ങനെയാണ്? നമ്മൾ ആർക്കെങ്കിലുമൊക്കെ കാവലായിട്ടുണ്ടാവും. നമ്മളിങ്ങനെ നല്ല ഭാഷയിലും സാഹിത്യത്തിലും ഒക്കെ ഇന്ന് കാവലായിട്ട് തീരണതിനെ കുറിച്ചൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഞാനതിലേക്ക് എത്രത്തോളം എത്തിയിട്ടുണ്ട് എന്നുള്ളത് ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇഷ്ടമുള്ള കവി എന്ന് പറയുന്നത് മധുസൂദനൻ നായരാണ്. അദ്ദേഹത്തിൻ്റെ കവിതയിൽ അദ്ദേഹം ഇങ്ങനെ ഒരു കവിതയിൽ ഇങ്ങനെ എഴുതി വെക്കുന്നത് എങ്ങനെയാണ്? ഇനി നീ ഉറങ്ങുക, നിനക്ക് കാവലായിട്ട് ഞാൻ കൂടെ നിൽക്കാം. അപ്പോൾ ഓരോ മനുഷ്യനും ഇങ്ങനെ പറയേണ്ട ഒരു വാചകം എങ്ങനെയാണ്? നീ സമാധാനത്തോടെ ഉറങ്ങിക്കോ, നിനക്ക് ഞാൻ കാവൽ നിന്നോളാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാവലിനെ കുറിച്ചാണ് ഇന്നത്തെ തിരുവചനം മുഴുവൻ നമ്മളിന്ന് വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനൊരു ഉദാഹരണമായിട്ട് നമ്മൾ എടുത്തത് ഈ അയർലൻഡുകാരനായ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച കിയരാൻ എന്ന് പറയുന്ന മനുഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു എതള് ഇങ്ങനെയാണ് വിരിയുന്നത്. ഇദ്ദേഹം ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കാവൽ നിൽക്കുകയും സാധാരണയായ സ്ത്രീകളെ അവരുടെ ഒരു ചാരിത്രത്തെയൊക്കെ സൂക്ഷിക്കുന്നതിനും എങ്ങനെ തെറ്റിപ്പോകുന്നവരെയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു മഠം ഇങ്ങനെ സ്ഥാപിക്കുക. ഉദ്ദേശം എങ്ങനെയാണ്? അവരുടെ കന്യാവ്രതവും അവരുടെ ജീവിതത്തിനൊക്കെ ഒരു തെളിച്ചം കൊടുത്ത് അവർക്കൊരു പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടിയിട്ടാണ് കിരാൻ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു വിശുദ്ധനെ പോലെ ജീവിക്കാൻ ആഗ്രഹിച്ച ഇദ്ദേഹം ഇങ്ങനെ അവർക്ക് കാവലിന് വേണ്ടിയിട്ട് ഒരു കൂടാരം പണിയാം.
അങ്ങനെ കുറേ അധികം കന്യാസ്ത്രീകൾ ഉള്ള ഈ ഒരു സ്ഥലത്ത് ഒരു ദിവസം ആ നാട്ടിലുള്ള ഒരു ഗോത്രതലവൻ സുന്ദരിയായ അവരുടെ കൂട്ടത്തിലുള്ള ഒരു കന്യാസ്ത്രീയെ ഇങ്ങനെ ബലാത്കാരമായിട്ട് പിടിച്ചു കൊണ്ടുപോയിട്ട് അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നവർ ആകെ സങ്കടപ്പെടുകയും ഈ വിവരം കീരാനോട് വന്ന് പറയുകയും ചെയ്യാം. ഉടനെ തന്നെ ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു കത്ത് ഈ ഗോത്രതലവൻ എഴുതി കൊടുക്കുകയാണ്. ആ വ്യക്തി ഞങ്ങളുടെ കാവലിൽ നിൽക്കുന്ന ഒരു മനുഷ്യ സ്ത്രീയാണ്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീയാണ്, അവൾ കന്യാസ്ത്രീയാണ്, ഈശോയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ ശരീരവും മനസ്സും ഒക്കെ നൽകിയിട്ടുള്ളതാണ്, അതുകൊണ്ട് അവളെ തിരിച്ചു തരണം എന്ന് പറഞ്ഞ ഒരു ശാന്തമായൊരു കുറിപ്പ് ഈ ഗോത്രതലവന് ഈ കീരാൻ കൊടുക്കാം. അപ്പോൾ ഈ സന്ദേശം കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഗോത്രതലവൻ അട്ടഹസിച്ചിട്ട് പറഞ്ഞു, അത് ഞാൻ നൽകില്ല, നീ ഇവൾക്ക് കാവൽ നിൽക്കേണ്ട, ഇനി മുതൽ ഇവളുടെ കാവൽക്കാരൻ ഞാനാന്നൊക്കെ പറഞ്ഞിട്ട് മോശമായ രീതിയിൽ കാവൽക്കാരനായിട്ട് ഞാൻ മാറിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ എൻ്റെ ഉപനാരിയായിട്ട് തീരുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കത്ത് എഴുതി കൊടുക്കാം. ഈ കത്ത് എഴുതി കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിലൊരു വാചകം ഇങ്ങനെ എഴുതി വെച്ചു, ഇനി നീ നല്ലൊരു കാവൽക്കാരനാണെങ്കിൽ ഇവിടെ നിനക്ക് പൂർണ്ണമായിട്ട് ദൈവത്തിന് വിട്ടുകൊടുക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു അത്ഭുതം ഇവിടെ നടക്കേണ്ട അത്ഭുതം എങ്ങനെയാണ്, നാളെ രാവിലെ ആവുമ്പോഴേക്കും ഇവിടെയുള്ള കുയിലുകൾ മുഴുവൻ ഇങ്ങനെ പാട്ടുപാടുന്നത് ഞാൻ കേൾക്കണം. ഈ കിളികളുടെ പാട്ടുപാടുന്ന സ്വരം കേട്ട് കഴിഞ്ഞാൽ ഞാൻ അവളെ തൊടുകയില്ല, അവളെ നശിപ്പിക്കുകയില്ല, നിനക്ക് ഞാൻ തിരിച്ചു തരാം എന്ന ഒരു ചെറിയൊരു കുറിപ്പോടുകൂടെ ഒരു കത്ത് കീരാൻ അയക്കാം. ഇത് വായിച്ച് നോക്കിക്കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ കീരാന് മനസ്സിലാവുന്നുണ്ട് ആ ഭാഗത്ത് ഒരു കുയിൽ പോലും ആ സമയത്ത് ഉണ്ടാവില്ല. കാരണം മഞ്ഞ് വീഴുന്ന സമയത്ത് അയർലൻഡിൽ നിന്ന് മറ്റ് സ്ഥലത്തേക്കാണ് ഈ കിളികൾ ചേക്കേറി പോവാം. അപ്പോൾ ഒരു സാധ്യതയില്ലാത്ത സമയത്ത് ഈ കീരാൻ എന്ന് പറയുന്ന മനുഷ്യനിങ്ങനെ അന്ന് രാത്രി മുഴുവൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ കാവൽ നിൽക്കുക. ദൈവത്തിൻ്റെ മുമ്പിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കരം വിരിച്ച് എൻ്റെ ഈശോയെ എൻ്റെ കൂട്ടത്തിലുള്ള ഈ കന്യാസ്ത്രീ കൊച്ചിനെ എനിക്ക് തിരിച്ചു നൽകാനായിട്ട് ഇടവരുത്തണേന്ന് പറഞ്ഞ് കാവലിൻ്റെ സുവിശേഷമായിട്ട് ഉറങ്ങാതെ ആ രാത്രി മുഴുവൻ ഇങ്ങനെ ഒരു കാവൽക്കാരനെ പോലെ നിന്ന് ഈശോയോട് പ്രാർത്ഥിക്കുക. അങ്ങനെ ഈശോയുടെ അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ കേൾക്കുന്ന കാര്യം ഇങ്ങനെയാണ്, ഈ പറയുന്ന ഗോത്രതലവൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറേ കുയിലുകൾ ഇങ്ങനെ കൂവി വിളിക്കണത് ഇങ്ങനെ കേൾക്കാം. അപ്പോൾ ഈ ഗോത്രതലവൻ വിചാരിക്കുന്ന ആദ്യത്തെ കാര്യം എങ്ങനെയാണ്, ഇതൊരു പക്ഷേ ഞാൻ സ്വപ്നം കാണുകയായിരിക്കും, കാരണം ഈ അയർലൻഡിൽ ഇത്രയും തണുപ്പുള്ള സമയത്ത് ഒരു കുയിൽ പോലും ഇവിടെ വരില്ല, ഞാൻ സ്വപ്നമാണെന്ന് വിചാരിച്ച് ഇദ്ദേഹം ഇങ്ങനെ കണ്ണു തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കുയിലുകൾ ഇങ്ങനെ ഈ കൂടാരത്തിന് ചുറ്റും, ഈ ഗോത്രതലവൻ്റെ കൂടാരത്തിന് ചുറ്റും ഇങ്ങനെ വട്ടം നിന്ന് ഇങ്ങനെ ശ്രുതിമധുരമായിട്ട് പാടുന്നത് ഇയാൾ കേൾക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു നിയമം അനുസരിച്ചിട്ട് പറഞ്ഞ വാക്ക് പാലിക്കാനുള്ളതിൻ്റെ പേരിൽ ഈ ഗോത്രതലവൻ എന്ത് ചെയ്യുക, ഈ പ്രിയ മകളെ, ഈ കന്യാസ്ത്രീ കൊച്ചിനെ തിരിച്ച് ഇയാൾക്ക് ഏൽപ്പിക്കുക. തിരിച്ച് ഏൽപ്പിച്ച് കഴിയുമ്പോൾ ഈ ഗോത്രതലവൻ ഇയാളുടെ അടുത്ത് ഈ കീരാൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ അടുത്ത് പറയുന്ന കാര്യം ഇങ്ങനെയാണ്, നിന്റെ കാവല് കേൾക്കുന്ന ആ കാവലിൻ്റെ സ്വരം കുയിലുകൾ കേട്ടു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. ഇത് 6-ാം നൂറ്റാണ്ടിൽ സംഭവിച്ച ഒരു കാര്യമാണ്. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കാവൽ നിന്നതിൻ്റെ പേരിൽ ഒടുവിൽ വിശുദ്ധനായിട്ട് തീർന്ന മനുഷ്യനായിട്ട് ഈ കീരാനെ പിന്നീട് സഭ ഓർക്കുകയും വിശുദ്ധരുടെ ഗണത്തിൽ ചേർക്കുകയും ചെയ്യാം. ഈ ഒരു സംഭവം എന്തിനാണ് ഈ ഒരു വചനധ്യാനത്തിൽ വ്യാഖ്യാനിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോയാണ് യഥാർത്ഥത്തിലുള്ള കാവൽക്കാരനായിട്ട് നിൽക്കുന്നത് എന്ന് ഈ സുവിശേഷം പഠിപ്പിക്കാം. ഈശോയെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ഈശോയെ പോലെ ഒരു കാവൽക്കാരനായിട്ട് നീ തീരണം എന്നുള്ളതാണ്. നീ കാവൽക്കാരനായിട്ട് തീർന്നു കഴിഞ്ഞാൽ മാത്രമാണ് നിന്റെ ഉള്ളിൽ വിശുദ്ധിയുടെ പൊൻപരാഗങ്ങൾ നിറയുള്ളൂ എന്ന് പഠിപ്പിക്കുകയാണ്. ഈശോ ഈ എങ്ങനെയാണ് കാവൽ നിൽക്കേണ്ടത്, അല്ലെങ്കിൽ കാവൽക്കാരനാകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ലിസ്റ്റാണ് ഈശോ ഈ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 3-4 കാര്യങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ കാവലാവാൻ ആഗ്രഹമുള്ളവർ, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മക്കൾക്ക്, എൻ്റെ ഇടവകയ്ക്ക്, എൻ്റെ സന്യാസ സമൂഹത്തിന് കാവലാകാൻ ആഗ്രഹമുള്ളവരാണ് നമ്മളൊക്കെ. അതെങ്ങനെയാണ് കാവലാവുക എന്നുള്ളത് പെട്ടെന്ന് നമുക്കൊന്ന് ധ്യാനിക്കണമെങ്കിൽ ഈ ഒരു തിരുവചന ഭാഗത്തിന് 4 കാര്യങ്ങൾ ഇങ്ങനെ എടുത്താൽ മതി. അതിൽ 10-ാമത്തെ അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം, അതിൽ 2-ാമത്തെ തിരുവചനം എങ്ങനെയാണ്, വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. അതിങ്ങനെയാണ്, മറ്റുള്ളവർക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നവനാണ് കാവൽക്കാരെന്ന് പറഞ്ഞിട്ട് ഈശോ പഠിപ്പിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കാവൽക്കാരനാണോ എന്നുള്ളത് ധ്യാനിക്കുന്നതിൻ്റെ ആദ്യത്തെ തലം ഇങ്ങനെയാണ്, ഞാൻ മറ്റുള്ളവർക്ക് എൻ്റെ ഹൃദയവാതിലുകൾ തുറന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടാകും. ഇന്നത്തെ സംസ്കാരമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാം ഇങ്ങനെ കൊട്ടിയടച്ച് ഇങ്ങനെ നമ്മളുടെ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് നമ്മളോട് ഇങ്ങനെ പറയണത്, നീ നിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് നീ ഒരു കാവൽക്കാരനാകുന്ന, ഒരു ഇടയനാകുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണം.
ഇടയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം അത് കാവൽ നിൽക്കുന്ന, ആടുകൾക്ക് കാവൽ നിൽക്കുന്നവനെയാണ് ഇടയൻ എന്ന് പറയുന്നത്. എന്നിട്ടാണ് ഈശോ പറയുന്നത് നല്ല ഇടയൻ എന്ന് പറയുന്നത് ആടുകളുടെ വാതിലാണ്, വാതിൽ തുറന്ന് കൊടുക്കുന്നവനാണ്. ഈ ദിവസങ്ങളിൽ ഒത്തിരിയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിശുദ്ധനായ വൈദികനെ പോലെയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാർപ്പാപ്പയാണ്, ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇപ്പോൾ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ എല്ലാ പ്രസംഗത്തിൻ്റെയും ഒരു നല്ലൊരു വാചകം എങ്ങനെയാണ്, മറ്റുള്ളവർക്ക് നിങ്ങൾ നിങ്ങളുടെ വാതിലുകൾ തുറന്നു കൊടുക്കുക, പാലം പണിയുന്നവരായിട്ട് തീര് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈവൻ ട്രംപിനെ പോലും കാണുമ്പോൾ, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ പോലും, വ്യത്യസ്തമായ ധ്രുവങ്ങളുള്ളവരോട് പോലും ട്രംപിനെ കാണുമ്പോൾ പോലും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകം എങ്ങനെയാണ്, ഈ നാടിന് വേണ്ടി, ഈ നാട്ടുകാർക്ക് വേണ്ടി നീ പാലം പണിയുന്നവനാവണം. അച്ഛന്മാരുടെ അടുത്തുള്ള മീറ്റിംഗ് കൂടുമ്പോൾ ആ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആദ്യം പറയുന്ന കാര്യം എങ്ങനെയാണ്, വൈദികരെ നിങ്ങൾ ഒരിക്കലും പാലമാണ്, വാതിലാണെന്നുള്ള കാര്യം മറക്കരുത് എന്ന് പഠിപ്പിക്കുക. അപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ അടുത്ത് ഈശോ ഇങ്ങനെ ചോദിക്കുകയാണ്, നീ എത്ര പേർക്ക് വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ട്? വാതിൽ തുറന്നു കൊടുക്കാത്തതിൻ്റെ പേരിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ ബൈബിളിൽ കാണേണ്ട, അവൻ്റെ പേര് സത്രോടമ എന്നുള്ളതാണ്. ഒന്ന് വാതിൽ തുറന്നു കൊടുത്തിരുന്നെങ്കിൽ ഈ സത്രോടമയുടെ പേര് മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ട് തീർന്നേനെ, അല്ലെങ്കിൽ ആ ഒരു സ്ഥലം ഇങ്ങനെ അറിയപ്പെടുന്ന സ്ഥലമായിട്ട് തീർന്നേനെ. നിങ്ങൾ പോയി കഴിഞ്ഞാൽ അറിയാം, വിശുദ്ധ നാട്ടിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തെക്കുറിച്ചും നമ്മൾ കയറി ചെല്ലുന്നുണ്ട്. ആ സത്രത്തിലേക്ക് ആരും ഇന്നേ വരെ ആരും പോകാറില്ല. അത് പോവാത്തതിൻ്റെ കാരണം എന്താ? അവിടെ സത്രത്തിൽ ആരും വാതിൽ തുറന്നു കൊടുത്തില്ല എന്നുള്ളതാണ്. ഒരൊറ്റ വാതിൽ തുറന്നു കൊടുത്താൽ മതിയായിരുന്നു. നിറവയറുള്ള ആ ഗർഭിണിയായ സ്ത്രീക്ക് പിറക്കാൻ വേണ്ടിയിട്ട് ഒരു കാവലിൻ്റെ വാതിൽ ഇങ്ങനെ തുറന്നു കൊടുത്തിരുന്നെങ്കിൽ സ്നേഹമുള്ളവരെ ആ പ്രശ്നം തീർന്നേനെ. ഒരുപക്ഷെ വർഷം ഇത്ര കഴിഞ്ഞിട്ട് ആ സ്ഥലം അറിയപ്പെടുന്ന സ്ഥലമായിട്ട് തീർന്നേനെ. നമ്മളിങ്ങനെ ആർക്കും ഇങ്ങനെ വാതിൽ തുറക്കാതെ എത്ര നാളാണ് ജീവിച്ചുകൊണ്ടിരിക്കുക? എല്ലാവർക്കും മതിലുകൾ തീർത്തുകൊണ്ടിരിക്കുകയല്ലേ. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു വാട്സപ്പ് മെസ്സേജ് കാണുക, വാട്സപ്പിലെ ഒരു വീഡിയോ കാണുക. അതിങ്ങനെയാ, എല്ലാവരും ഇങ്ങനെ വാതിൽ തുറക്കാതെ ഇങ്ങനെ സ്വന്തം മൊബൈലിൽ ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുക. സ്വന്തം മൊബൈലിൽ എല്ലാവരും ഫുൾ ടൈം, ആരൊക്കെ കാണണം അവരൊക്കെ ഇങ്ങനെ. അപ്പോൾ അതിലൊരു കൊച്ചു മിടുക്കി ആലോചിക്കുകയാണ്, ഈ മൊബൈലൊന്ന് മാറ്റി വെച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വാതിൽ തുറക്കണം വിചാരിച്ചിട്ട് അവൾ എന്ത് ചെയ്യുക, അവളുടെ മൊബൈൽ കളയാം. മൊബൈൽ കളഞ്ഞിട്ട് അവൾ ചെയ്യുന്ന കാര്യം ഇങ്ങനെയാണ്, അങ്ങനെ പതുക്കെ വന്ന് ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് അവൾ തന്നെ അതിങ്ങനെ കൊണ്ടുവച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് നേരം നിൽക്കുക. അപ്പോൾ പതുക്കെ ഇങ്ങനെ സംസാരിക്കാൻ പോലും വിമുഖത കാണിക്കുന്നവളുടെ അടുത്ത് പോയിട്ട് ഇവളിങ്ങനെ പതുക്കെ വാതിൽ തുറക്കുന്ന രീതിയിൽ ഹൃദയവാതിൽ തുറന്ന് ക്ഷണിക്കുകയാണ് അവരെ ഭക്ഷണത്തിന്. അവരെ ക്ഷണിച്ചിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് അതിനൊരു വല്ലാത്തൊരു ഫീലോട് കൂടെ തീർന്നതിൻ്റെ ഒരു വാട്സപ്പ് വീഡിയോ കണ്ടത് ഇങ്ങനെ ഓർക്കാം. എനിക്ക് പരിചയമുള്ള ഒരു അച്ഛനുണ്ട്. അച്ഛൻ അങ്ങനെ മൊബൈൽ യൂസ് ചെയ്യാത്തൊരു അച്ഛനാണ്. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിക്കാറുണ്ട്, അച്ഛൻ എന്താ ഈ മൊബൈൽ യൂസ് ചെയ്യാത്തത്? അപ്പോൾ അതിനോട് എന്തെങ്കിലും വിരോധമാണോ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറയും, ഒരു വിരോധവും ഇല്ല സ്റ്റാഴ്സാ, ഞാൻ ഉപയോഗിക്കാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം ഇങ്ങനെയുള്ളൂ, എൻ്റെ മുൻപിൽ നിൽക്കുന്നവരോട് വാതിൽ തുറക്കേണ്ട ബാധ്യതയുള്ള ആളാണ് ഞാൻ. അതല്ലാതെ മറ്റേതോ ദേശത്തുള്ളവർക്ക് വേണ്ടിയിട്ട് ഫുൾ ടൈം ഫോണിൽ ആയിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എൻ്റെ മുൻപിൽ വരുന്നവരോട് എനിക്ക് സംസാരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് അവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് ബാക്കി സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ മൊബൈൽ യൂസ് ചെയ്യാം. എന്നിട്ട് ഈ അച്ഛൻ പറയാം, പക്ഷെ എനിക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ സമയം കിട്ടാറില്ല. രാവിലെ തൊട്ട് രാത്രി വരെ ഒരു ചെറിയൊരു ആശ്വാസത്തിന് വേണ്ടി, ഒരു ചെറിയൊരു കൺസലേഷനൊക്കെ വേണ്ടിയിട്ട് വന്നിരിക്കുന്നവർ എൻ്റെ മോനെ എത്രയാണെന്ന് അറിയില്ല എന്ന് പറയാം. അച്ഛൻ ഫോണേ എടുക്കാറില്ല. അല്ലെങ്കിൽ ആ ഒരു ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും അച്ഛൻ ഇങ്ങനെ വാതിൽ അടച്ചുകൊണ്ടിരിക്കുകയാണോ, ഫോണൊന്നും ഒരിക്കലും യൂസ് ചെയ്യാണ്ട്. പക്ഷെ സംഭവിക്കുന്നത് അതല്ല. അടുത്തുള്ളവർ അല്ലെങ്കിൽ ഗ്രൂപ്പിലുള്ളവർ മുഴുവൻ ഇങ്ങനെ വാതിൽ തുറന്ന് അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിതം ഇങ്ങനെ എഴുതി കൊടുക്കുക. മദർ തെരേസയുടെ ലൈഫിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? മദർ തെരേസ ജീവിച്ചിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഇങ്ങനെ ഹൃദയവാതിലുകൾ തുറന്ന് കാവലായിട്ട് നിന്നില്ലേ? അതുകൊണ്ടല്ലേ അമ്മയെ ഓർക്കുമ്പോൾ നമുക്ക് കുളിരണിയാണ് സ്നേഹമുള്ള ഒരു മഴപ്പെയ്ത്തിൽ സ്നാനം ചെയ്യണ പോലത്തെ ഒരു വിശുദ്ധയാണ് മദർ തെരേസ. ഇത്രയധികം വിശുദ്ധരുണ്ടായിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ ഒരു കുളിരണിയാണ് ഓർമ്മ എന്ന് പറയുന്നത്? അത് അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്, മദർ തെരേസനെ ഓർക്കുമ്പോഴാണ്. അത് അമ്മ മരിച്ചിട്ട് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും അത് ഉള്ളിലിങ്ങനെ നമ്മുടെ ഇങ്ങനെ രോമകൂപങ്ങളിൽ പോലും ഇങ്ങനെ ഒരു എന്താ പറയുക, വല്ലാത്തൊരു പ്രസരിപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് കാരണം ഇങ്ങനെ അമ്മമ്മയുടെ ഹൃദയം ഇങ്ങനെ മറ്റുള്ളവർക്ക് തുറന്നു കൊടുത്തു എന്നുള്ളതാണ്. എത്ര പേരുണ്ടായിരുന്നു ആ നാട്ടിലൊക്കെ എത്ര പേരുണ്ടായിരുന്നു? എന്നിട്ട് ഈ അമ്മയുടെ ക്വാളിറ്റി ആയിട്ട് പറയുന്നത് എങ്ങനെയാ? ഇതൊക്കെ തുറന്നു കൊടുക്കുക. ഒരു ചെറിയ കണക്കനുസരിച്ച് 56,000 മനുഷ്യർക്ക് അമ്മ വാതിൽ തുറന്നു കൊടുത്തു എന്ന് പറയണം. 56,000 മനുഷ്യർക്ക് അമ്മയുടെ ഹൃദയവാതിലുകൾ തുറന്നു കൊടുത്ത് കൈനീട്ടി അവരങ്ങനെ ചേർത്ത് പിടിക്കുക. ഈ 56,000 മനുഷ്യന് ആരാന്നറിയോ? നമ്മൾ പണ്ടൊക്കെ എപ്പോഴും സൂചിപ്പിച്ച കാര്യം, ഈ 56,000 മനുഷ്യരെന്ന് പറയുന്നത് എയ്ഡ്സ് രോഗികൾ, ക്യാൻസർ രോഗികൾ, കുഷ്ഠരോഗികൾ, സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരാണ്. ഇവർക്ക് അമ്മ കൊട പിടിച്ചു കൊടുക്കുക. ഇതാ കാവലിൻ്റെ തലം സ്നേഹമുള്ളവരെ. പക്ഷെ നമ്മളിങ്ങനെ നമ്മുടെ ദ ബിസി ലൈഫിൽ ഈ ഒരു കാര്യം മാത്രം സംജാതമാവണില്ല. എല്ലാവരും ഇങ്ങനെ അവരവരുടെ ലോകത്തിലേക്കൊക്കെ ഇങ്ങനെ മടങ്ങിയിട്ട് ആരും ഇല്ലാത്തവരൊക്കെ ആയിട്ട് ഇങ്ങനെ അസ്തമിച്ചു പോകല്ലേ. നമുക്കിങ്ങനെ ഒരു ചെറിയൊരു തിരിച്ചറിവിലേക്ക് വരാൻ പറ്റുമോ?
മറ്റുള്ളവർക്ക് ഹൃദയവാതിലുകൾ തുറക്കാനുള്ള ബാധ്യതയുള്ള ആളാണ് ഞാൻ ഏതെങ്കിലും രീതിയിലൊക്കെ മണിച്ചിത്ര താഴിട്ടിട്ട് ഞാൻ എൻ്റെ ഹൃദയവാതിലുകൾ പൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് തുറക്കണം സ്നേഹമുള്ളവരെ. അത് ദാമ്പത്യത്തിൽ, അത് സന്യാസത്തിലൊക്കെ ഒന്ന് കൊണ്ടുവന്നേ. എല്ലാവരും ഇങ്ങനെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ, വലിയ സങ്കടമുണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊക്കെ. ഒന്ന് ചേർന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എത്ര തീർക്കേണ്ട പ്രശ്നമാണെന്നറിയോ, എത്ര സമാധാനത്തോടുകൂടെ ജീവിക്കേണ്ട കുടുംബങ്ങളാണ്. ഈ സാര കാര്യങ്ങളുടെ പേരിൽ വാതിലടച്ചിട്ട് ജീവിക്കുന്നവരുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ചിലപ്പോഴൊക്കെ ഒരു വൈദികൻ്റെ ക്രൈസിസ് എന്നൊക്കെ പറയുന്നത് അത്രയും സങ്കടത്തിൻ്റെയാണ്. ഒരച്ഛനൊന്ന് കൂടെ നിന്നാൽ മതിയായിരുന്നേ, ചെയ്യില്ല. എന്നിട്ട് ആ കാര്യം ഇവിടെ നിന്ന് കേട്ടു അവിടെ നിന്ന് കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിൽ വല്ലാത്ത സഹായ. കാര്യമുണ്ടാ? ആ ജീവിച്ചിരിക്കുന്ന സമയത്ത് കൂടെ നിൽക്കേണ്ട സമയത്തൊക്കെ കൂടെ നിൽക്കാനും ഒന്ന് ചേർത്ത് പിടിക്കാനും ഒക്കെ പറ്റാത്ത എന്താത്മീയ സ്നേഹമുള്ളവരെ നമ്മൾ ആർക്കാ കാവൽ നിൽക്കാൻ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കണേ? വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർട്ടിക്കിളും വലിയ പ്രസംഗങ്ങളും ഘോരഘോരമൊക്കെ നമ്മൾ പ്രഘോഷിക്കുന്നില്ലേ? നമുക്കിപ്പോഴും അതിന് പറ്റിയിട്ടില്ലെങ്കിൽ ഈ തിരുവചനം നമ്മളോട് പറയുന്നുണ്ട്, നീ വിശുദ്ധനല്ല, നീ ആർക്കും കാവൽക്കാരനായിട്ടില്ല. ഈശോ ചോദിക്കണത്, നീ അവൻ്റെ കാവൽക്കാരനാവാൻ വിളിക്കപ്പെട്ടവനാ. യേശു കാവൽ നിന്നതിൻ്റെ അവസ്ഥകൾ തീർന്നില്ലല്ലോ സ്നേഹമുള്ളവരെ. ലാസ്റ്റ് മൊമെൻറ്റില്ലേ, എന്താ പറയുക, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വേദനയുള്ള സമയം കൊണ്ട് മരിക്കുന്നതിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റ്, അതും കുത്തി മുറിവെച്ചിട്ട് തന്നെ ചങ്ക് പൊട്ടി കരയുന്ന സമയത്ത് അവൻ പറയാം, നീ എന്നോട് കൂടെ പർദീസയിലായിരിക്കും. എങ്ങനെ ഈശോക്ക് അങ്ങനെ പറയാൻ പറ്റണേ? ഞാൻ ആലോചിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അസാമാന്യമായിട്ടുള്ള ചങ്കൂറ്റം വേണം സ്നേഹമുള്ളവർ. അതൊരു ദൈവപുത്രനായിട്ടൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. ഒരു മനുഷ്യൻ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഒരു ദൈവമായിട്ട് തീരുക. ക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യനിങ്ങനെ ദൈവമായിട്ട് അല്ലെങ്കിൽ വിശുദ്ധിയുടെ നിറമായിട്ട് തീരുന്നത് അവനിങ്ങനെ ഒരു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കാവലിൻ്റെ വാതിലുകൾ തുറന്നതിൻ്റെ പേരിലാണ്. ഈ ഒരു വചനത്തിലൂടെ കടന്നു പോകുന്നവർ ദയവായിട്ട് അങ്ങനെ മാറ്റി നിർത്തിയവരുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ വേദനിപ്പിച്ച് വാതിലുകൾ കൊട്ടി അടച്ചവരുണ്ടെങ്കിൽ, യു പ്ലീസ് ഓപ്പൺ ദ ഡോർ. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തുടങ്ങുമ്പോൾ അന്നത്തെ മാർപ്പാപ്പ ചെയ്യുന്ന ഒരു നല്ലൊരു കാര്യമുണ്ട്. ചെയ്യുന്നത് എന്താ? ആ വത്തിക്കാൻ കൗൺസിൽ തുടങ്ങുന്നതിൻ്റെ അവിടെയുള്ള എല്ലാ വാതിലുകളും ഇങ്ങനെ തുറക്കുക. എന്നിട്ട് പറയുക, ശുദ്ധമായി പ്രവേശിക്കട്ടെ ഇതിലൊക്കെ. എന്തെങ്കിലും രീതിയിലൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ മാറട്ടെ എന്ന് പറഞ്ഞിട്ട് കാവൽ നിൽക്കുക. ഒന്നാമത്തെ തലം എങ്ങനെയാണ്? ഒരു ഹൃദയത്തിനൊരു വാതിൽ എനിക്ക് ഉണ്ടാവണം, തുറന്നു കൊടുക്കാനുള്ള ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചറിൽ ഈശോ ഇങ്ങനെ വന്ന് ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടുന്നത്. ഇത് പറയാം, ഹൃദയവാതിൽ തുറന്നാൽ അതിൽ പ്രവേശിക്കാം. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ അടുത്ത് ഈശോ പറയുന്നുണ്ട്, നീ തുറക്കുമോ വാതിൽ? ഞാൻ വരാം, നിൻ്റെ കൂടെ സഞ്ചരിക്കുക എന്ന് പറയാം. ഒന്ന് തുറന്നു കൊടുക്കാൻ പറ്റുമോ? ദൈവത്തിനും മനുഷ്യർക്കും നിൻ്റെ ഹൃദയവാതിലുകൾ ഇങ്ങനെ തുറന്നു കൊടുക്കണം. രണ്ടാമത്തെ കാര്യം ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ സ്വരം ഇങ്ങനെ കേൾക്കുക. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഇങ്ങനെയാണ്, ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു. അതൊരു ക്വാളിറ്റി ഇങ്ങനെയാണ്, മറ്റുള്ളവർ കേൾക്കാൻ പറ്റുക എന്നുള്ളതാണ് കാവലിൻ്റെ ഒരു രണ്ടാമത്തെ തലം. ഈ ദിവസങ്ങളിലൊക്കെ അച്ഛന്മാരെ കുറിച്ചൊക്കെയുള്ള വലിയ പരാതിയും പുകലുകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതിലൊരു വല്ലാത്തൊരു വേദനയൊക്കെ ആയിട്ട് അച്ഛന്മാരെ കുറിച്ച് പറയണം, ഞങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വേദന എന്നുള്ളത് അച്ഛന് കേൾക്കാനുള്ള മനസ്സ് ഉണ്ടാവണില്ല എന്നുള്ളതാണ്. വേറെ ക്വാളിറ്റി ഒക്കെ ഉണ്ട്, നല്ല ഡോക്ടറേറ്റ് ഉണ്ട്, ഒത്തിരി പ്രസംഗിക്കുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അച്ഛനെന്താ കേൾക്കാൻ പറ്റാത്തത്? ഞങ്ങൾ പറയുന്നത് ഒരു 5 മിനിറ്റ് നേരം ഒരു ക്ഷമയോടെ കേൾക്കച്ചാന്ന് പറഞ്ഞിട്ടുള്ള കരയണ കുറേ മനുഷ്യർ ഈ ദിവസങ്ങളിൽ കാണാം. ഈ ഒരു വചനത്തിൻ്റെ മുമ്പിലൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോഴെങ്കിലുമൊക്കെ ഒരു സങ്കടമുണ്ട്. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മളിങ്ങനെ കേൾക്കാതെ തിരക്ക്, പ്രസംഗം, ധ്യാനം, CD, പുസ്തകം എന്നൊക്കെ പറഞ്ഞു നടക്കുന്നതിൻ്റെ ഇടയിൽ കേൾക്കാതെ പോയ മനുഷ്യരൊക്കെ ഓർക്കുക ഈ സമയത്ത്. ചിലപ്പോഴെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. ആ മനസ്സുണ്ടായത് കൊണ്ടാണ് പാദ്രിപിയ വിശുദ്ധനായിട്ട് തീർന്നത്. പാദ്രിപിയോടെ എന്താ പറയുക, ഒരു മുഖമുദ്രയായിട്ട് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നത്, ജീവിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നത് 12-14 മണിക്കൂർ മറ്റുള്ളവരെ കേൾക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുക. 24 മണിക്കൂറിൽ 12 മണിക്കൂർ 14 മണിക്കൂർ ഒരു സംസാരവും ഇല്ല. അതെന്താ? ജസ്റ്റ് ഹിയർ അവർ പറയണത് എന്താണെന്നുള്ളത് ഇങ്ങനെ കേൾക്കുക. അങ്ങനെ കുമ്പസാര കൂട്ടിലിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കേട്ടതിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യണത്? പാദ്രിപിയോനെ വിശുദ്ധയുടെ ഗണത്തിലേക്ക് എടുത്തിട്ട് പറയണത്, ഇയാളുടെ കാവലെന്ന് പറയണത് മറ്റുള്ളവർ കേൾക്കുന്നതിൻ്റെ ക്വാളിറ്റിയാണ്. നമുക്ക് ഇഷ്ടമുള്ളൊരു സുഹൃത്തിനോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയണത് അവർ പറയണതൊക്കെ ഒന്ന് കേൾക്കുക എന്നുള്ളതൊക്കെയല്ലേ. എനിക്കൊരു നല്ലൊരു സൗഹൃദമുണ്ട്. ആ സൗഹൃദത്തിൻ്റെ ഒരു ചില്ല പൂത്തത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു തലത്തിലാണ്. ഞാനിങ്ങനെ കുറേ ഇങ്ങനെ ഹറിബറിയായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തി ഇങ്ങനെ അത് മുഴുവൻ ഇങ്ങനെ ക്ഷമയോടെ കേൾക്കുന്നത്. എന്നിട്ട് അവസാനം ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറയും, ഇതൊക്കെ ഈശോയ്ക്ക് ഇഷ്ടമാണല്ലോ അല്ലേ. ഒറ്റ വാചകമുള്ളൂ, ഇതൊക്കെ ഈശോയ്ക്ക് ഇഷ്ടമാണല്ലോ അല്ലേ. ആ ഒരു വാചകത്തിൽ അവൾ ഇത്ര നേരം അല്ലെങ്കിൽ അവൻ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കുന്നതായിട്ട് ഇങ്ങനെ തോന്നാറുണ്ട്. കേൾക്കുന്ന ഒരു മനസ്സ്.
നമുക്കിങ്ങനെ ഒന്ന് ഈ ഒരു കാവലിൻ്റെ ഒരു തിരുവചനം പറഞ്ഞിട്ട് ഇങ്ങനെ ആ ഒരു ആടുകൾ കേൾക്കുക, അവനെ കാവൽ നിൽക്കണ ഒരിടയനായിട്ട്. മൂന്നാമത്തെ ഒരു ക്വാളിറ്റി ആയിട്ട് പറയണത് പേര് ചൊല്ലി വിളിക്കണു എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണ ഒരു വലിയൊരു സങ്കടം എന്നുള്ളത് നമ്മളിപ്പോൾ ആരെയും പേരൊന്നും വിളിക്കണില്ല എന്നുള്ളതാണ്. പേര് വിളിക്കുക എന്ന് പറഞ്ഞാൽ പേര് വിളിച്ച് അഭിസംബോധന ചെയ്ത് സംസാരിക്കണില്ല എന്നുള്ളതൊക്കെ. സെമിനാരി പഠനകാലത്ത് എനിക്ക് ഇഷ്ടമുള്ളൊരു അച്ഛനാണ് തോമസ് റാമ്പിക്കൽ എന്ന് പറഞ്ഞിട്ട് ഒരു അച്ഛൻ. ഈ റാമ്പിക്കൽ അച്ഛനോട് തോന്നുന്നത്, നമുക്ക് തോന്നുന്ന വലിയൊരു സ്നേഹം എന്ന് പറയുന്നത്, സെമിനാരിയിൽ ഇത്രയും പേരുണ്ട്, 300-350 പേരൊക്കെയുള്ള സെമിനാരിയിൽ, കോട്ടയം സെമിനാരിയിൽ അച്ഛന് ഫസ്റ്റ് ഇയർ വന്നിട്ടുള്ള ഞങ്ങളുടെ വരെ പേരുകൾ കാണാൻ പാടാം. അച്ഛനിങ്ങനെ ആ പേര് വിളിക്കണ കേൾക്കുമ്പോൾ ബ്രദർ സ്റ്റാഴ്സ് എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് ആ കേൾക്കുമ്പോഴുള്ളൊരു ഹൃദ്യത എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം നമ്മളിങ്ങനെ ഈശോയ്ക്ക് ഒരു പേരിട്ടു, അല്ലെങ്കിൽ അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്, ഈശോ ശിഷ്യനെ പീറ്ററെ എന്ന് വിളിച്ചു എന്നൊക്കെ പറയണത് ആ പേര് ചൊല്ലി വിളിക്കണതിന് ഒരു ശ്രുതിയുണ്ട്, ഒരു താളമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മളിപ്പോൾ ആരുടെയും പേര് വിളിക്കണില്ല, അവരെയൊക്കെ ഒന്നും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ ഒരു സങ്കടമല്ലേ. അപ്പോൾ ഈ ഒരു കാവലിൻ്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഒരു മൂന്നാമത്തെ കാര്യം എന്നുള്ളത് ഇവർക്കൊന്ന് പേര് ചൊല്ലി ഒന്ന് വിളിക്കുക എന്നുള്ളതാണ്. പേര് വിളിക്കുക എന്ന് പറയുന്നത് റെസ്പെക്റ്റ് ഇല്ലാണ്ട് അവൻ്റെ ഒരു പേര് വിളിക്കണമെന്നുള്ളതല്ല. അപ്പനെ കയറിയിട്ട് അപ്പൻ്റെ പേര് വിളിക്കുക ഒന്നുമല്ല. അത് അതിനൊരു എന്താ പറയുക, ഒരു വേറൊരു തലമുണ്ട് എന്നുള്ളത് പതുക്കെ ഒന്ന് ഡയഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മൂന്നാമത്തെ സുവിശേഷമായിട്ടുള്ളത്. അങ്ങനെ ഒരു പേര് വിളിക്കുന്നതിൻ്റെ മനഃശാസ്ത്രത്തിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരാൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് അവൻ്റെ പേര് വിളിക്കുന്നതെന്ന് പറയുന്നത്. എനിക്കെപ്പോഴും തോന്നാറുണ്ട്, അച്ഛാന്ന് വിളിക്കണേക്കാൾ സന്തോഷമൊക്കെയായിട്ട് എനിക്ക് തോന്നുന്നത് സ്റ്റാഴ്സാന്നൊരു സ്നേഹത്തോടു കൂടെയുള്ള ഒരു വിളി. ചിലരോടൊക്കെ ഞാനൊക്കെ ഇങ്ങനെ നല്ല അടുപ്പുള്ളവരോട് പറയും, അച്ഛാന്ന് വിളിക്കണേക്കാൾ എനിക്കിഷ്ടം ഇങ്ങനെ ആ പേര് വിളിക്കുന്നതാട്ടോ. പേര് വിളിക്കുന്നതാ. ആ പേര് വിളിക്കണതിൽ നമുക്കിങ്ങനെ എന്തോ ഒരു ദൈവികമായിട്ടുള്ളത്. ഇനി ആ പേരിടുന്നതിലും കൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. ഈ ദിവസങ്ങളൊക്കെ നമ്മൾക്ക് ഇങ്ങനെ വല്ലാണ്ടൊക്കെ ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൾച്ചറിലല്ലേ. പേരിന് ഒരു ബന്ധമില്ലാത്ത പേരുകളൊക്കെ ഇടുന്നതൊന്നും വിളിക്കുന്നതൊക്കെ എത്രത്തോളം ശരിയാവുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നല്ല പേരുകൾ എടുക്കാൻ വിളിക്കുക എന്നുള്ളത്, ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയൊരു പ്രയറിലേക്കും കൂടി നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ആ ഈശോനാമം ജപം ഒന്ന് നമുക്ക് ഉച്ചരിക്കാൻ പറ്റും. തീർത്ഥാടകൻ്റെ വഴികൾ എന്ന് പറഞ്ഞിട്ട് പുസ്തകമൊക്കെ ഒന്ന് വായിച്ചാൽ നല്ലതാണ്. തീർത്ഥാടകൻ്റെ സഞ്ചാരിയുടെ. അപ്പം ആ ഒരു പുസ്തകത്തിൻ്റെ ഒക്കെ ഒരു നിറവ് എന്ന് പറയുന്നത് അവരിങ്ങനെ ഈശോയുടെ നാമം ഇങ്ങനെ ശക്തമായിട്ട്, ആ വാക്കിന് ഒരുപാട് പ്രത്യേകതയുണ്ട് ഈശോയുടെ നാമത്തിന്. അപ്പോൾ ഈശോയുടെ അടുത്ത് ഇങ്ങനെ ഈശോയുടെ പേരിങ്ങനെ കുറേ നേരം ഉച്ചരിച്ചിട്ട് ഈശോ നീ എനിക്ക് കാവൽ നിൽക്ക്, ഞാൻ മറ്റുള്ളവർക്ക് കാവൽ നിൽക്കാമെന്ന് പറയുന്ന ഒരു ആത്മീയത ഉണ്ടാക്കുക. എൻ്റെ നാലാമത്തെ ഒരു ലാസ്റ്റായിട്ട് പറയുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി മുൻപേ നടക്കാൻ നിനക്ക് പറ്റുമോ. അങ്ങനെ പറയണത് ഇങ്ങനെയാണ്, പുറത്തേക്ക് വിട്ട് അവയ്ക്കും മുമ്പേ നടക്കണു എന്നുള്ളതാണ്. നമ്മുടെ ഒരു സൗഹൃദമൊക്കെ രൂപപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ എത്തണമെങ്കിൽ എന്തുണ്ടാവണം? നീ എനിക്ക് മുൻപേ നടക്കണ സുഹൃത്താണോ എന്നാണ് ചോദിക്കുക. നീ എനിക്ക് മുമ്പേ നടക്കുമോ? മുമ്പേ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമുക്കറിയില്ലേ, ചാവേറുകൾ അല്ലെങ്കിൽ ദേശാടന പക്ഷികളൊക്കെ മുൻപേ നടക്കണ പക്ഷിയാണ് വെടിയേറ്റ് ചാവുള്ളൂ. ഇനി ആദ്യത്തേനെയാണ് വെടിയിട്ടുക, അല്ലെങ്കിൽ ആദ്യത്തേതിനാണ് ഒരുപാട് പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ ആദ്യത്തേതിൻ്റെയുള്ള എല്ലാ വേദനകളും ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അത്രയും സഹനങ്ങളിലൂടെ കടന്നു പോകാമെന്ന് തീരുമാനിക്കലാണ് എന്തെന്ന് പറയണത് കാവൽ എന്ന് പറയുന്ന കാര്യം. ഈശോ പറയാണ്, ഞാൻ അവർക്ക് കാവലാ, നിനക്ക് മുമ്പേ ഞാൻ നടന്നോളാം. ഈശോ ചെയ്യണ എന്താ? കാൽവരി വരെ അവൻ മുമ്പേ നടന്നു എന്ന് പറയണേ. അവൻ ശിഷ്യരോട് പറയല്ല, നിങ്ങൾ കുരിശെടുത്തിട്ട് നിങ്ങൾ ആദ്യം കുരിശിൽ പടഞ്ഞ് മരിച്ചോന്ന് അല്ല ഈശോ പഠിപ്പിച്ചിട്ടുള്ളത്. ഈശോ പഠിപ്പിക്കുന്നത് എന്താ? ഞാൻ നിങ്ങൾക്ക് മുൻപേ പോയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മരക്കുരിശ് ചുമന്ന് കുരിശിൻ്റെ മേല് 3 ആണികളുടെ മേല് ഞാൻ പെടഞ്ഞ് മരിച്ചോളാം, നിനക്ക് കാവലായിട്ട് തീരാം. This is the so important realm in the sacrifice of Jesus Christ. ക്രിസ്തുവിൻ്റെ ആ ഒരു സഹനത്തിൻ്റെ പൂർണ്ണതയാണ് മുൻപേ ഞാൻ നടന്നോളാം. നമുക്കിങ്ങനെ ഒന്ന് ഓർക്കാൻ പറ്റുമോ? നമ്മളെല്ലാവരുടെയും പുറകിലല്ലേ നടന്നുകൊണ്ടിരിക്കണേ. അവർക്കൊക്കെ പറ്റിയതിന് ശേഷം മതി, അല്ലെങ്കിൽ അവർ കാര്യങ്ങൾ ചെയ്യട്ടെ, ഒന്നും വേണ്ട. ഇന്നോട്ട് എനിക്ക് പറയാൻ പറ്റുമോ, ഞാൻ നിനക്ക് മുൻപിലുണ്ട്, നീ എന്തിനാ പേടിക്കണേ, നീ എൻ്റെ കൈ പിടിച്ചോ, ഞാൻ നിൻ്റെ മുൻപിലുണ്ട് എന്ന് പറയുന്ന ഒരു ആത്മീയത രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റണം. ഒരു 3-4 കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഈ ഒരു വ്യാഖ്യാനം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കൊരു രക്ഷ കൊടുക്കാനായിട്ട് പറ്റണം. ഒരു രക്ഷ എനിക്ക് അനുഭവിക്കാൻ പറ്റണം. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം? മറ്റുള്ളവർക്ക് ഞാനൊരു വിശുദ്ധനായിട്ട് തീരണം. എനിക്ക് വിശുദ്ധിയുടെ പരിമളം വരുത്താൻ പറ്റണം. ആ പരിമളം വരുത്തുന്നതിനുള്ള 3-4 സാധ്യതകളാണ് നമ്മൾ പറഞ്ഞത്. ഹൃദയവാതിലിൽ ഇങ്ങനെ തുറന്നു കൊടുക്കുക. രണ്ടാമത്തെ കാര്യം ഇങ്ങനെ മറ്റുള്ളവരെ കേൾക്കാൻ പഠിക്കുക. 3-ാമത്തെ കാര്യം ഇങ്ങനെ ഒരു പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ആത്മീയത എടുക്കുക. 4-ാമത്തത് മുൻപേ നടക്കുന്ന ഒരു ചൈതന്യം. നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഇത്രനാൾ ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവർക്ക് കാവൽ നിൽക്കാതെ കടന്നു പോയിട്ടുണ്ട്. വേണ്ട രീതിയിൽ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാതെയും മറ്റുള്ളവർക്ക് മുൻപേ നടക്കാതെയും
മറ്റുള്ളവരെ അവഗണിച്ചും മറ്റുള്ളവരെ പരിഹസിച്ചുമൊക്കെ ജീവിച്ചു പോയ ഹൃദയവാതിലുകൾ കൊട്ടിയടച്ച അനുഭവങ്ങളുണ്ട്. ഈ തിരുവചന ധ്യാനത്തിൽ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ കർത്താവെ, മറ്റുള്ളവർക്ക് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കുന്നവരാകാൻ, അങ്ങനെ കാവലായി തീരാൻ, അങ്ങനെ വിശുദ്ധരായിട്ട് തീരാൻ അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ മറിയം എലിസബത്തിനെ സന്ദർശിച്ച് കാവൽ നിന്നതുപോലെ, ശിഷ്യർ സമൂഹത്തിനും ആദിമ ക്രൈസ്തവർക്കും വേണ്ടി കാവലായി നിന്നതുപോലെ, ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഒരാൾക്കെങ്കിലും കാവൽ നിൽക്കുന്ന ഒരു അനുഭവം, ഇനി ആർക്കെങ്കിലും കാവൽ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നു മുതലൊരു കാവലായി തീരാൻ അവിടെ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.